ഹലോ ഗൈസ്, ഞാനും നന്ദിനിയും കൂടി ഈ ഓടിയിലെ ചെങ്ങോട്ടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ കാവിൽ ഉത്സവമാണ്. അപ്പം എൻ്റെ അക്കയുടെയും അക്കയുടെ ട്യൂഷൻ പിള്ളേരുടെയും കൂടി കൈകൊട്ടിക്കളിയുടെ അരങ്ങേറ്റമുണ്ട്. അവർ കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഞാനിവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി അവർക്കൊരു മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ നല്ല തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ ഞങ്ങളുടെ പിള്ളേരെ റെഡിയാക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാനും നന്ദനയും ചേട്ടനും അമ്മ എല്ലാവരും കൂടി കാവിലോട്ടേക്കും ഇവരെല്ലാവരും കൂടി ഒരുങ്ങി അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിള്ളേർ ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാക്കിയുള്ളവർ അവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ കേട്ടോ ഇവരുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ. ഇവരുടെ ഡാൻസ് ആണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, കാരണം ഞങ്ങളുടെ അവിടെ കൈകൊട്ടിക്കളിയൊന്നും വരാറില്ല സാധാരണ. അപ്പോൾ പിന്നെ ഇവർ ഈ എക്സാമിൻ്റെ ഇടയ്ക്കും ഒക്കെ ഈ ട്യൂഷൻ്റെ ഇടയ്ക്ക് ഇവർ ട്യൂഷൻ കഴിഞ്ഞൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാനിതുവരെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവന്മാരും അമ്മയുടെ ഡാൻസ് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ്. ഉത്സവം ആയതുകൊണ്ട് ഞങ്ങളിത് കൂട്ടുകാരെല്ലാവരും ഉണ്ട് കേട്ടോ. നന്ദനയുണ്ട്, നിരുണ്ട്, പിന്നെ ഗാഥ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ, പിള്ളേരുടെ ഡാൻസ്, തിരുവാതിര. അങ്ങനെ പ്രാർത്ഥിച്ച് വിളക്കത്തിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണെങ്കിലും നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കുറേ പേരുണ്ടായിരുന്നു, അവരും എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു. കാരണം ഒത്തിരി അപ്രീസിയേഷൻ ഉണ്ടാക്കി പിള്ളേർ ഈ എക്സാമിൻ്റെ ഇടയ്ക്കും ഒക്കെ ട്യൂഷൻ്റെ ഇടയ്ക്കും ഒക്കെ ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് കളിച്ചത്. എന്താണെങ്കിലും നല്ല എഫോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരും. എൻ്റെ അക്ക എസ്പെഷ്യലി ഈ രണ്ട് കുഞ്ഞു പിള്ളേരെയും വെച്ച് പിന്നെ ട്യൂഷനും എടുത്ത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എങ്ങനെ ഇത് ചെയ്തു എന്നായിരുന്നു. എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഇവർ ഡാൻസൊക്കെ കളിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചത്. ഞങ്ങളിത് ബജ്ജിയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോന്നു. ഇത്രേ ഉള്ളൂ. ബൈ ബൈ.